ഒരു വർഷമായി മുടങ്ങിക്കിടന്ന കുമ്പളം തേവര ബോട്ട് സർവീസ് പുനരാരംഭിച്ചെങ്കിലും നാട്ടുകാർക്ക് അതൃപ്തി. പുതിയ ബോട്ട് വാങ്ങാൻ എംപി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടും വാടകയ്ക്കെടുത്ത ബോട്ട് സർവീസാണ് നടത്തുന്നത്. സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നതിനാൽ എംപിയുടെ ബോട്ട് എത്തുവാൻ വൈകുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. പാലമ്പണിനെക്കാട്ട് നല്ല ബോട്ട് ഇട്ടിട്ട് നല്ല ബോട്ട് സർവീസ് കൊടുക്കും. അത് ചെയ്യുന്നില്ല ഇവർ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേലായിട്ടായിരുന്നു തോന്നുന്നു ഈ സംഭവം തുടങ്ങിയിട്ട്. ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവർക്ക് സമയത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇവിടെ വന്ന് കാത്തു കിടന്ന് ഇനി നടന്ന് വീട്ടിൽ പോകണ്ടേ. അല്ലെങ്കിൽ അവിടെ രണ്ട് സ്ത്രീകളുണ്ടാവും ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് വന്നിരിക്കണം. അവർക്ക് ദിവസം കഷ്ടപ്പെടുന്നതാണ്. കോവിഡിന് ശേഷം വരുമാനം കുറഞ്ഞതോടെയാണ് തേവരയിൽ നിന്ന് കുമ്പളത്തേക്കുള്ള ബോട്ട് സർവീസ് നിർത്തലാക്കിയത്. വിദ്യാർത്ഥികളും വീട്ടുജോലിക്ക് വരുന്നവരും ഇതോടെ പ്രയാസത്തിലായി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വാടക ബോട്ട് സർവീസ് തുടങ്ങിയത്. 33,000 രൂപ മാസവാടകയ്ക്കെടുത്ത ബോട്ട് കൈകാര്യം ചെയ്യുന്നത് കുമ്പളം സ്വദേശിയാണ്. പാവപ്പെട്ട പെണ്ണുങ്ങൾ അവിടെ നിന്നും നെട്ടൂരിന്നും കുമ്പളത്തുനിന്നും ഫ്ലാറ്റുകളിൽ ജോലിക്ക് തന്നെ അവരുടെയൊക്കെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അതിലും വലുതാണ്. അത്യാവശ്യമായിട്ട് പോകാനായിട്ട് അവർ പിന്നെ ഓട്ടോറിക്ഷക്ക് 150-180 രൂപ കൊടുത്തു വേണമെങ്കിൽ കുമ്പളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ. കുറെ ജെട്ടികളും പണിതിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നൊരു ബോട്ട് സർവീസ് നല്ലോണം ചെയ്യാൻ പാടില്ല ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇതിന് വേണ്ടിയിട്ട്. ഈ രാഷ്ട്രീയക്കാർ അങ്ങാടും ഇങ്ങാടും കിടന്ന് ഉള്ള ഒരു കളി, ജനങ്ങൾ കിടന്ന് ഇതിന്റെ ഇടയിൽ കിടന്ന് ബലിയാടാകണം. തേവരയിൽ നിന്ന് നെട്ടൂരിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്, അതും തികച്ചും സൗജന്യ യാത്ര. കുമ്പളത്തേക്കുള്ളവർക്ക് താൽക്കാലിക ആശ്വാസവും ഈ സർവീസാണ്. എന്നിരുന്നാലും നെട്ടൂരിൽ നിന്ന് കുമ്പളത്തേക്ക് പോകാൻ വീണ്ടും മറ്റു മാർഗം തേടണം. സമയവും പണവും നഷ്ടം. ഇതിനിടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പുതിയ ബോട്ട് വാങ്ങാൻ ഹൈബി ഈഡൻ MP 20 ലക്ഷം അനുവദിച്ച് കുമ്പളം പഞ്ചായത്തിന് കൈമാറിയിരുന്നു. തുക തികയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും 7 ലക്ഷം കൂടി അനുവദിച്ചു. പക്ഷേ ബോട്ട് മാത്രം എത്തിയില്ല. അതിന് കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ഇങ്ങനെ: ഒരു മെറൈൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടി വിളിച്ചിരുന്ന് ഇതിന്റെ സ്പെസിഫിക്കേഷനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അവരിത് നടത്താൻ വേണ്ടി അവരെ നമ്മൾ ചുമതലപ്പെടുത്തി. അപ്പോഴാണ് ഇതിന് സാങ്കേതികമായി കുറച്ചുകൂടി അംഗീകാരമുള്ള സ്ഥാപനത്തിൻ്റെ ആളുകളായിരിക്കണം ഇതിന് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുസാറ്റിലെ ആളുകളെ എഞ്ചിനീയർമാരെ നിശ്ചയിച്ചു. അവരൊരു റിപ്പോർട്ട് തന്നു. അതിനേതാണ്ട് 29,000 രൂപ നമ്മളവിടെ ചാർജ് കൊടുത്തിട്ടാണ് അവർ റിപ്പോർട്ടാക്കി തന്നത്. ആ റിപ്പോർട്ട് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ജില്ലാ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗീകാരം വേണം. ജില്ലാ പ്ലാനിംഗ് ബോർഡ് അതാത് സമയങ്ങളിൽ ഈ ബോട്ടിൻ്റെ വർക്കിനെ സംബന്ധിച്ച് പരിശോധിക്കാനുള്ള ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ടാകണമെന്ന്, സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾ ഉണ്ടാകണമെന്ന് അവർ പറഞ്ഞു. അവരുടെ കൂടി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളെയും നിശ്ചയിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി DPCയുടെ പെർമിഷൻ കിട്ടുന്ന അനുസരിച്ചായിരിക്കും വർക്ക് അവർക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ. MPയുടെ ബോട്ടെത്താൻ ഇനിയും സമയമെടുക്കും. അതുവരെ താൽക്കാലിക ആശ്വാസമായി നിലവിലെ വാടക ബോട്ടിനെ ആശ്രയിക്കാമെന്നാണ് പഞ്ചായത്തും പറയുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അലോഷിക്കൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.